ലോക്സഭാ ഇലക്ഷൻ പടിവാതിൽക്കലെത്തിയതോടെ ഇലക്ഷനിൽ ആര് വിജയിക്കുമെന്നതിനെ ഉറ്റുനോക്കുകയാണ് ഇന്ത്യ. നിലവിൽ പുറത്തുവരുന്ന സർവേ ഫലങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് ഇന്ത്യയിൽ വീണ്ടും താമര വിരിയുമെന്ന് തന്നെയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP നേതൃത്വത്തിലുള്ള NDA 338 സീറ്റുകൾ നേടുമെന്നാണ് ടൈംസ് നൗ ETG സർവേയിലെ പ്രവചനം. BJP 328 സീറ്റുകൾ വരെ ഒറ്റയ്ക്ക് നേടും. പ്രതിപക്ഷം ഇന്ത്യ സഖ്യം 144 സീറ്റുകൾ നേടും. കോൺഗ്രസിന് 52 മുതൽ 72 സീറ്റുകൾ വരെ നേടാനാകും. ഭരണ തുടർച്ച പ്രവചിക്കുന്ന സർവേ കേരളത്തിൽ NDAക്ക് അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യതയാണ് വിശദീകരിക്കുന്നത്. ഹിന്ദി ഹൃദയഭൂമിയിൽ BJP മികച്ച മുന്നേറ്റം തുടരുമെന്നാണ് പ്രവചനം. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ BJP ശക്തമായ മേധാവിത്വം തുടരും. പ്രധാനമന്ത്രിയായ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും നരേന്ദ്രമോദിയെ തന്നെ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നതായും സർവേ ഫലം വ്യക്തമാക്കുന്നുണ്ട്. കേരളത്തിൽ BJP സീറ്റ് നേടുമെന്നും CPM-ന് 3 മുതൽ 5 വരെ സീറ്റ് ലഭിക്കുമെന്നും സർവേ പറയുന്നു. കോൺഗ്രസിനാണ് മുൻതൂക്കം. തൃശൂരിൽ സുരേഷ് ഗോപി BJPക്കായി മത്സരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇവിടെ BJPക്ക് വലിയ പ്രതീക്ഷയുമുണ്ട്. ഇതിനിടെയാണ് ദേശീയ ചാനൽ സർവേയിൽ കേരളത്തിൽ BJPക്ക് സീറ്റ് പ്രവചിക്കുന്നത്. സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഉത്തരേന്ത്യൻ സീറ്റുകളിൽ കാവ്യ പാർട്ടി 136 സീറ്റുകൾ നേടും. UP-യിൽ 70 മുതൽ 74 സീറ്റുകളും, രാജസ്ഥാനിൽ 24 സീറ്റുകളും, മധ്യപ്രദേശിൽ 27 മുതൽ 29 സീറ്റുകളും, ഛത്തീസ്ഗഡിൽ 10 മുതൽ 11 സീറ്റുകളും നേടുമെന്നാണ് പ്രവചനം. മൊത്തത്തിൽ NDAക്ക് 44% വോട്ട് വിഹിതവും ഇന്ത്യൻ സഖ്യത്തിന് 39% വോട്ട് വിഹിതവും ലഭിക്കും. BJP നയിക്കുന്ന NDA വീണ്ടും വിജയിക്കുമെന്നാണ് മറ്റൊരു സർവേയും വ്യക്തമാക്കുന്നത്. പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ ബ്ലോക്കിനെ വലിയ മാർജിനിൽ പിന്നിലാക്കുമെന്നാണ് സർവേ പ്രവചിക്കുന്നത്. സർവേ അനുസരിച്ച് NDA 323 സീറ്റുമായി വീണ്ടും അധികാരത്തിലെത്തും. അതേസമയം പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണി 163 സീറ്റിൽ ഒതുങ്ങും. BJPക്ക് മാത്രം ഏകദേശം 308 മുതൽ 328 സീറ്റുകൾ വരെ നേടാനായേക്കും. അതേസമയം കോൺഗ്രസ് 52 മുതൽ 72 സീറ്റുകളുമായി മറ്റൊരു മോശം പ്രകടനത്തെ അഭിമുഖീകരിക്കേണ്ടി വരും. മോദി സർക്കാരിനെ നേരിടാനായി 18 പാർട്ടികൾ ചേർന്ന് ഇന്ത്യ ബ്ലോക്ക് രൂപീകരിക്കുന്നുണ്ടെങ്കിലും അവരുടെ കൂട്ടായ ശ്രമങ്ങൾ 2018 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ കാര്യമായി ബാധിക്കില്ലെന്നും സർവേ വ്യക്തമാക്കുന്നു. 2019 കണക്കിൽ നിന്ന് NDAക്കും BJPക്കും സീറ്റുകളുടെ എണ്ണത്തിൽ നേരിയ കുറവുണ്ടാകുമെന്ന് സർവേ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും വരാനിരിക്കുന്ന പൊതുതെരഞ്ഞെടുപ്പിലും BJPക്ക് ആധിപത്യം സ്ഥാപിക്കാനാകും. 2019 BJP നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം 353 സീറ്റുകളും BJP 37.76% വോട്ടുകളും നേടി. NDAയുടെ സംയുക്ത വോട്ട് ശതമാനം 45%. കോൺഗ്രസിന് 52 സീറ്റുകൾ മാത്രമാണ് നേടാനായത്. പുറത്തുവരുന്ന സർവേ റിപ്പോർട്ടുകൾ എല്ലാം തന്നെ കൊട്ടിഘോഷിച്ചാരംഭിച്ച ഇന്ത്യ സഖ്യത്തെയും അവരുടെ തന്ത്രത്തെയും എല്ലാം പിന്തള്ളി മോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്.